വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സുഖപ്പെടുത്താൻ അധികാരം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 28 അധ്യായം 18 വാക്യം. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന് സുഖപ്പെടുത്താനുള്ള അധികാരവും ശക്തിയുമുണ്ട്. അതുകൊണ്ടാണ് അവിടുന്ന് കൽപ്പിക്കുമ്പോൾ രോഗങ്ങൾ തമ്മിൽ നിന്ന് ഓടിപ്പോകുന്നത്. അശുദ്ധാത്മാക്കളും പിശാചുക്കളും അവരെ വിട്ടുപോകുമ്പോൾ ആളുകൾക്ക് ദൈവിക സൗഖ്യം ലഭിക്കുന്നു. അധികാരത്തെക്കുറിച്ച് റോമൻ ശതാധിപൻ പറഞ്ഞു, ഞാനും അധികാരത്തിന് കീഴിലുള്ള മനുഷ്യനാണ്. എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോകൂ എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരാളോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. ഇത് മത്തായി സുവിശേഷം 8 അധ്യായം 9 വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ശതാധിപന് 100 പടയാളികളുടെ അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ച് വിവിധ ജോലികൾ ചെയ്യാൻ അവൻ അവരോട് കൽപ്പിക്കുന്നു. ആ സൈനികരും അവന്റെ കൽപ്പനകൾ മനസ്സോടെ അനുസരിക്കുന്നു. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ അത്തരം അധികാരമുള്ളൂ എന്നതിനാൽ ശതാധിപന് രോഗത്തിന്മേൽ യാതൊരു അധികാരവുമില്ല. അതുകൊണ്ടാണ് ശതാധിപനിലെ ഒരു ദാസൻ രോഗബാധിതനായപ്പോൾ അവൻ കർത്താവായ യേശുവിന്റെ അടുക്കൽ വന്ന് ദാസനെ സുഖപ്പെടുത്താൻ അവനോട് പ്രാർത്ഥിച്ചത്. യേശു ശതാധിപനോട് പറഞ്ഞു, പോകുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന്. അവന്റെ ദാസനും ആ നാഴികയിൽ തന്നെ സൗഖ്യം പ്രാപിച്ചു. ഇത് മത്തായി സുവിശേഷം 8 അധ്യായം 13 വാക്യത്തിൽ കാണാൻ സാധിക്കും. കർത്താവായ യേശു സുഖപ്പെടുത്തിയ അനേകം സന്ദർഭങ്ങളെ കുറിച്ച് നാം വായിക്കുമ്പോൾ രോഗത്തെ വിട്ടുപോകാൻ അവൻ കൽപ്പിച്ച അധികാരം നിങ്ങൾക്ക് കാണാൻ കഴിയും. അശുദ്ധാത്മാക്കളെ ശാസിക്കുകയും ചെയ്തു. കൈ ശോഷിച്ച ആ മനുഷ്യനെ നോക്കിയപ്പോൾ അവൻ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ നീട്ടി. അവന്റെ കൈ മറ്റേതുപോലെ പൂർണ്ണമായി വീണ്ടെടുക്കപ്പെട്ടു. ഇത് മർക്കോസ് 3 അധ്യായം 5 വാക്യത്തിൽ കാണാൻ സാധിക്കും. കർത്താവ് അധികാരത്തോട് സംസാരിച്ചു. ആകാശത്ത് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. അവൻ തന്റെ വായിലെ വചനങ്ങളാൽ അവിടെയുള്ളതെല്ലാം സൃഷ്ടിച്ചു. അവൻ എല്ലാത്തരം ജീവജാലങ്ങളെയും വന്യമൃഗങ്ങളെയും വളർത്തുമൃഗങ്ങളെയും ഇഴജാതികളെയും സൃഷ്ടിച്ചു. അവന്റെ വചനത്തിൽ അധികാരമുണ്ട്. അതുകൊണ്ടാണ് ശതാധിപൻ പറഞ്ഞത്, എന്നാൽ ഒരു വാക്ക് മാത്രം പറയൂ, എന്റെ ദാസൻ സുഖപ്പെടും എന്ന്. ഇത് മത്തായി 8 അധ്യായം 8 വാക്യത്തിൽ കാണാൻ സാധിക്കും. ദൈവമക്കളെ, നിങ്ങൾ രോഗശാന്തി ശുശ്രൂഷയിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള അധികാരം ഉപയോഗിക്കുക. വഴിയിൽ നിൽക്കുന്ന പർവ്വതത്തെ നോക്കി അധികാരത്തോട് സംസാരിക്കുക. നീക്കപ്പെടുകയും കടലിൽ തള്ളപ്പെടുകയും ചെയ്യും. ഇത് മർക്കോസ് 11 അധ്യായം 23 വാക്യത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ പർവ്വതമായി നിൽക്കുന്ന എല്ലാ രോഗങ്ങളും ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുകയും പാതാളത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യും. ദൈവം നൽകിയ അധികാരത്തിന് പിശാചിനെതിരെ നിൽക്കുക, അവൻ ഭയന്ന് ഓടിപ്പോകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എബ്രായർ 2 അധ്യായം 14-15 വാക്യങ്ങൾ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ടും അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൽ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഏഷ്യാവ് 5-6 അധ്യായങ്ങൾ, വൈകുന്നേരം എഫേസ്യർ 1 അധ്യായം. ആമേൻ.